മൈൻഡിലുള്ളൊരു ഇമാജിനേഷനിലെങ്കിലും നമ്മുടെ 20s എന്ന് പറയുമ്പോൾ നമ്മുടെ 20 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള ടൈം ഒരു പ്രൈം ആണെന്നല്ലേ നമ്മൾ പറയാ. നമ്മുടെ 20s അല്ലെ, ടീനേജിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് കടന്നു, പിന്നെ ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലെങ്കിലും 30 എന്ന് പറയുമ്പോൾ പോയിന്റ് എത്തുമ്പോൾ കുറെ പേരെങ്കിലും അയ്യോ 30 വയസ്സായി, എല്ലാം പോയി തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഇമാജിനേഷൻ, ഒരു മെന്റൽ ഇമേജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. എനിക്കുണ്ടായിരുന്നു, എനിക്കുണ്ട്. ഇപ്പോൾ 32 വയസ്സായി. അപ്പോൾ 20സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു എന്ന് ഞാൻ തന്നെ ഇരുന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്, എൻ്റെ 20s 10 വർഷം ആ ഒരു ഇമാജിനേഷനുള്ള ടൈം ഫ്രെയിം ഞാൻ സത്യം പറഞ്ഞാൽ വെറുതെ കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വെറുതെ കളഞ്ഞു എന്നല്ല, ഒന്നും ചെയ്യാതെ വെറുതെ കളഞ്ഞു എന്ന് പറയേണ്ടി വരും. അതിപ്പോൾ 32 വയസ്സായപ്പോഴാണ് എനിക്ക് ഞാൻ തന്നെ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യണത്, തിരിഞ്ഞു നോക്കിയിട്ട്. ഇനി അങ്ങനെയുള്ള തെറ്റുകൾ വരത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഓൾറെഡി 10-12 വർഷം അങ്ങനെ പോയി. 22 വയസ്സുള്ളപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് 2017 വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. 2017 വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2025 അപ്പൊ 8 വർഷമില്ലേ. ആദ്യമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. അത് വേണമെങ്കിൽ കണ്ണാടിയിൽ നോക്കി സംസാരിച്ചാൽ മതി, പക്ഷെ ഇതാവുമ്പോൾ ക്യാമറയിലോട്ട് നോക്കുമ്പോൾ വേറെ ആരോടോ സംസാരിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയാന്ന് വിചാരിച്ചത്, ആരും കണ്ടില്ലെങ്കിലും. 2017 ജോലി തുടങ്ങി, അതായത് ഇപ്പോൾ 8 വർഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഈ ഒരു വർഷം വരെ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ടേ ഇല്ല. ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒരു 19-20 ആ സമയത്ത് കോവിഡിന്റെ ടൈമിലും കോവിഡിന് മുമ്പൊക്കെ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം വന്ന് എടുക്കാന്നുള്ള രീതിയിലാണ്. എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ബൈക്കിന്റെ മെയിൻ്റെനൻസിനോ അതിനും ഇതിനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തിരിച്ച് പൈസ എടുത്ത് കാര്യങ്ങൾ ചെയ്താണ് ഫ്രണ്ടിലേക്ക് വന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാര്യം തൊട്ടിട്ടില്ല. ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടുള്ളൂ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഫൈനാൻസിന്റെ ബേസിക്സ് എല്ലാം ഇങ്ങനെ പഠിച്ച് മുമ്പോട്ട് ഇപ്പൊ പോവാണ്. പക്ഷെ വളരെ ലേറ്റ് ആയാലും സ്റ്റാർട്ടായി, അത് വേറെ കാര്യം. ബെറ്റർ ലേറ്റ് തന്നെ വരുന്നൊക്കെയല്ലേ പറയാ. സോ എനിക്ക് ആദ്യമായിട്ട് പുറത്തേക്ക് പറയേണ്ട ഒരു കാര്യമായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തില്ല എന്നുള്ളത്. ഒരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് എടാ ഒരു 10,000 എടുക്കാനുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 10,000 ഇല്ല. പക്ഷെ ഞാനൊക്കെ 10,000 ഇല്ല എന്ന് പറയുമ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്, അല്ലാണ്ട് 10,000 ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണേല. ആ ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയം വരെ, അല്ലെങ്കിൽ ഒരു 8 മാസം മുമ്പ് വരെ. ഇപ്പൊ പിന്നെയും ലിക്വിഡ് ഫണ്ട് എന്താണ്, എമർജൻസി ഫണ്ട് എന്താണെന്നൊക്കെ ഒരു ഐഡിയയിൽ എല്ലാം പഠിച്ച് മര്യാദക്ക് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. ഇപ്പെങ്കിലും കഴിഞ്ഞ 8 വർഷത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതാണ് സത്യം. പിന്നെ ഒരു കാര്യം പറ്റിയത്, 22 വയസ്സിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ തുടങ്ങി ഈ നമ്മള് ലവ് എന്നൊക്കെ പറയും അല്ലെ, ആ സാധനം ചിലരോട് തോന്നുകയും ചെയ്യും, ചിലർക്ക് തോന്നുകയില്ല. എനിക്ക് തോന്നി, പക്ഷെ അതൊന്നും പുറത്തേക്ക് പറഞ്ഞില്ല. പേടിയായിരുന്നോ, ലാംഗ്വേജിന്റെ ഇഷ്യൂ ആയിരുന്നോ ആണെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോഴത്തെ കാര്യമല്ല പറയണേ. 10 വർഷം എന്താ പറയാ, 14 എന്ന് പറയുമ്പോൾ 11 വർഷമായി. 11 വർഷം മുമ്പുള്ള കാര്യമാണ്. എന്നെ കണ്ടാൽ ചിലപ്പോൾ പ്രായം തോന്നില്ലായിരിക്കും, ഞാൻ എപ്പോഴാണ് MBA ചെയ്തത്. പക്ഷെ അതുകൊണ്ട് എന്തിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ഒക്കെ ഇറങ്ങി എങ്ങോട്ടോ പോയി. 0 കോൺഫിഡൻസ് ആയിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, പുറത്തേക്ക് ഒരു കാര്യം പറയാത്ത രീതിയിൽ ഉള്ളിലിരുന്ന് വീർപ്പ് മുട്ടി 0യിൽ നിന്ന് -50 വരുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. എവറസ്റ്റ് ബേസ് ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ഞാൻ പോയിട്ടുണ്ട്, ഉള്ള അവസ്ഥ ഒരുമാതിരി വിറങ്ങലിച്ചിരിക്കും. അങ്ങനെ വർഷങ്ങളോളം ഇരുന്നൊരവസ്ഥയായിരുന്നു എൻ്റെ. ഈ മറ്റേ കരടികളൊക്കെ ഹൈബർനേഷൻ പോകൂലേ, വർഷങ്ങളോളം കിടന്നുറങ്ങിയിട്ട് പിന്നെ എഴുന്നേക്കണ ആ വർഷങ്ങളോളല്ല മാസങ്ങളോളം ആ ഒരവസ്ഥയാണ് എൻ്റെ. പക്ഷെ എൻ്റെ ഇതിനകത്ത് ഹൈബർനേഷൻ വർഷങ്ങളോളം വരെ ആയിപ്പോയി. 32 വയസ്സായി എഴുന്നേക്കാൻ.
22 വയസ്സിൽ കടന്നിട്ട്. സോ ഞാൻ പറഞ്ഞത് ആ ഒരു പറ്റിയതുകൊണ്ട് കോളേജ് ടൈമിൽ എനിക്ക് അധികം പുറത്തേക്ക് പോയി ഒരു എക്സ്പോഷർ വരാനോ ആൾക്കാരെ കാണാനോ അതിൽ കൂടി നമുക്ക് ഒരു സർക്കിൾ വന്നിട്ട് കുറേ ഒപ്പീനിയൻസ് ഒക്കെ അറിഞ്ഞ് ഇപ്പം നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കും, പക്ഷെ നേരിട്ട് ആരെ അങ്ങനെ കാണാനോ ഒരു എക്സ്പോഷർ വരാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. തോന്നുന്ന പോലെ ചെയ്തു, ഒന്നും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ല, ആൾക്കാരെ കാണാൻ പറ്റിയില്ല, വർത്തമാനം പറയാൻ പറ്റിയില്ല. കാണാത്തവരെല്ലാം മിസ്സായി പോയി. അതൊരു ഇമാജിനേഷനാണ്. ആരായിരുന്നു നമുക്കറിയില്ല, കാരണം കണ്ടിട്ടില്ല. അതെല്ലാം പോയി. ഇനിയും പറ്റും, കാരണം എനിക്കിപ്പോൾ 32 വയസ്സാണ്. പക്ഷേ 32 വയസ്സായിട്ടുള്ളൂ. അതാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വർക്കിംഗ് ആണ്, വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. അപ്പൊ പിന്നെ വീണ്ടും പുറത്ത് പോകണ്ട. പക്ഷെ ഇനിയുള്ള കമ്പനി അങ്ങനെ ആയിരിക്കില്ല. സോ അതും മാറണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചത്, എൻ്റെ 20s ഇൻവെസ്റ്റ്മെന്റ്സ് സീറോ അല്ല, -10. വീട്ടിൽ നിന്ന് പൈസയൊക്കെ മേടിക്കേണ്ട അവസ്ഥ വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞത്. പിന്നെ ലവ്, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നല്ല ഞാൻ പറയണത്. അതെന്താണെന്ന് നമുക്ക് ആർക്കും അങ്ങനെ ഒരു ഡെഫിനിഷൻ ഒന്നും ഇല്ലല്ലോ. അതായത് അങ്ങനെ ലവ് എന്ന് പറഞ്ഞ കാര്യത്തിന് ഒരു ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലോകത്ത് ഇത്രയും സിനിമകളും മ്യൂസിക്കും ആർട്ടും ബുക്സും പെയിന്റിങ്സും എല്ലാം ഉണ്ടാവുന്നു. സോ അതിനുള്ള സെർച്ച് നമുക്ക് എല്ലാവരും തുടങ്ങാം. ഞാനിപ്പോൾ സെർച്ച് ചെയ്യല്ല, കാരണം ഞാൻ ഓൾറെഡി ആ ഒരു മാറ്ററിൽ പീസിലെത്തി. അതെന്താണെന്ന് ഉദ്ദേശിച്ച് മനസ്സിലാവും, ഊഹിച്ചാൽ. സോ അതൊരു പ്രശ്നമല്ല. ബട്ട് അതിൽ സ്റ്റക്കായിട്ടിരിക്കുന്നവരോട് പറയാണ്, ഇറ്റ്സ് ഓക്കെ ടു കീപ് സെർച്ചിങ്, ബട്ട് ഷോ ദ സ്പിരിറ്റ് ആൻഡ് കറേജ് ടു പുട്ട് ഇറ്റ് ഔട്ട്. സോ ആ രണ്ട് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണുണ്ട് എന്ന് വിചാരിച്ചത് ഹെൽത്താണ്. ജിമ്മിൽ പോയിട്ടുണ്ട് മാക്സിമം 1.5 months. അത് കഴിഞ്ഞ് നിർത്തും, എന്തൊക്കെയോ കൊണ്ടോ നിർത്തും. പിന്നെ എനിക്ക് 1 വർഷത്തേക്ക് പോവില്ല. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പം പോലും ഞാൻ 1 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ നാട്ടിലല്ല, വീട്ടിലല്ല, അതായത് എറണാകുളത്തല്ല. സോ ഈ ഒരാഴ്ച വീണ്ടും പോകാൻ പറ്റില്ല. ഇനി ശനിയാഴ്ച വീട്ടിൽ പോയിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. പുഷപ്പ് എടുക്കാൻ മാത്രം പറ്റും എവിടെയാണെങ്കിലും, അത് ചെയ്യുന്നുണ്ട്. ബട്ട് അതിനനുസരിച്ച് ഫുഡൊക്കെ കഴിക്കണമല്ലോ. ഹെൽത്ത്, വെൽത്ത്, പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ലവ്. അതിൻ്റെ ഒപ്പം ആ ലവ് എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ ഒപ്പം ഞാൻ ചുമ്മാ ഈ പ്രണയം എന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മിസ്സായി. കമ്മ്യൂണിക്കേഷൻ, എക്സ്പോഷർ. അത് ആരെയും ബ്ലെയിം ചെയ്യല്ല. സോ ഈ 3 കാര്യങ്ങൾ എൻ്റെ 20s കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയി പോയി. ബട്ട് നമുക്കിനി സമയമുണ്ട്. നമ്മളെന്ന് ഇല്ലാതാവും എന്ന് നമുക്കറിയില്ല. അങ്ങനെ വിചാരിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ 32 വയസ്സ് വരെ ജീവിച്ചു. സോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഒന്ന് ഉണർന്നത്. അത് എവിടം വരെ പോകും എന്നറിയില്ല. ലൈഫാണ്, റൈറ്റ്? ബട്ട് പോകുന്നത് വരെ അതിനെ നല്ലോണം കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ട്രൈ ചെയ്യുമെങ്കിലും ചെയ്യാം. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. സോ ഇഫ് എനിവൺ ഈസ് വാച്ചിങ്, സ്റ്റാർട്ട് നൗ.